സുമനസ്സുകളെ സല്യൂട്ട്. വളരെ യാദൃച്ഛികമായ ചില പാതകളിലൂടെയാണ് ഞാൻ IPSലേക്ക് വരാനിടയായത്. കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ വലുതാവുമ്പോൾ അച്ഛനെ പോലെ ഒരു കോളേജ് അധ്യാപിക ആവുക എന്നതായിരുന്നു. സ്കൂളിലൊക്കെ കോമ്പോസിഷൻ എഴുതിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അംബിഷൻ എന്താണ് എന്ന് എഴുതിപ്പിക്കുമ്പോൾ ഞാൻ എഴുതിയിരുന്നത് മറ്റു കുട്ടികളിൽ നിന്നും വിഭിന്നമായി ഒരു അധ്യാപികയാവണം എന്നതായിരുന്നതുകൊണ്ട് ടീച്ചർമാർക്ക് ആ ഒരു ദിവസം എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അതുതന്നെയായിരുന്നു മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചിരുന്ന ആഗ്രഹവും. പക്ഷെ എന്തുകൊണ്ടോ അച്ഛന് ഞങ്ങളെല്ലാവരും ഡോക്ടേഴ്സ് ആകണം എന്നുള്ളത് കൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പ്രീ ഡിഗ്രിക്ക് പഠിപ്പിക്കുകയും ഞാൻ പിന്നീടത് വ്യതിചലിച്ചുകൊണ്ട് ലിറ്ററേച്ചർ എടുത്ത് BAക്ക് പഠിക്കാൻ കയറിയതും പിന്നെ MAക്ക് ലിറ്ററേച്ചർ എടുത്തതും എല്ലാം ഈ കോളേജ് അധ്യാപിക ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. അപ്പോൾ MA കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിമൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും ആരാധിച്ചിരുന്ന, എനിക്ക് വലിയൊരു ഗുരുഭക്തി ഉണ്ടായിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, പ്രൊഫസർ ഹൃദയകുമാരി. ടീച്ചറായിട്ട് കയറുന്നതിന് PSC പരീക്ഷ എഴുതി സമയമെടുക്കുമല്ലോ. അപ്പോൾ അതുവരെ എന്തെങ്കിലും പഠിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഒന്നുകിൽ PhDക്ക് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ MPhil എന്ന് പറയുന്ന ഒരു കോഴ്സിന് ചേരാം. MPhil കോഴ്സിന് ചേരാനായിട്ട് ഹൃദയകുമാരി ടീച്ചറിൻ്റെ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ടീച്ചറിനെ പോയി കണ്ടു. അപ്പോൾ ടീച്ചറാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്, "Why are you wasting your time studying MPhil? You go and write the civil services examination" എന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിവിൽ സർവീസസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരീക്ഷ ഉണ്ടെന്നും ഈ IAS IPS അതുപോലെയുള്ള ഉയർന്ന പദവികൾ കിട്ടാനായിട്ട് എഴുതുന്ന പരീക്ഷ എന്നെക്കൊണ്ടും പറ്റുമെന്ന് ആരെങ്കിലും ഒരാൾ പറയുന്നതും ഇതൊക്കെ നമുക്കും കിട്ടാവുന്ന കാര്യമാണ് എന്നൊക്കെ അറിയുന്നതും അതുവരെ അതൊന്നും നമ്മുടെ മനസ്സിൽ കൂടെ പോലും പോകുന്ന കാര്യമല്ല. പക്ഷെ അന്നൊക്കെ ഈ സിവിൽ സർവീസ് എന്താണ്, എങ്ങനെ എഴുതാൻ പറ്റും, എവിടെ ആര് നടത്തുന്ന പരീക്ഷ, എന്താണ് അതിൻ്റെ സിലബസ്, ഒന്നിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അപ്പോൾ എല്ലാം ഒന്നേന്ന് വായിച്ച് പഠിച്ച് തുടങ്ങണം. അപ്പോൾ ഞാൻ പോയി പലരോടും അങ്ങനെ അന്വേഷിച്ചു. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ ടീച്ചർമാരോട് ചോദിച്ചു, അവിടെ പഠിച്ചിരുന്ന കുട്ടികളോട് ചോദിച്ചു, സഹപാഠികളോട് ചോദിച്ചു. അപ്പോൾ ശരിയാണ്, ഇങ്ങനൊരു പരീക്ഷയുണ്ട്, ഒരു പ്രായത്തിലുള്ള എല്ലാ യുവാക്കളും യുവതികളും എഴുതുന്നതാണത്, കിട്ടിയാൽ കിട്ടി, ഒരു ഭാഗ്യം പോലെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് ഉള്ള. അപ്പോൾ ആ 23 വയസ്സിൽ തുടങ്ങിയ ഒരു ആശയമാണ്. ഏകദേശം ഒരു വർഷത്തോളം എടുത്തു ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ തന്നെ. കാരണം ആദ്യമൊന്നും അപ്ലൈ ചെയ്യാൻ പോലുള്ള ഒരു ധൈര്യം ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെ ഇത് പഠിക്കണം, എങ്ങനെയാണ് ഇത് സിലബസിനെ പറ്റി മനസ്സിലാക്കുന്നത് എന്ന് കുറേ ആലോചിച്ച്. പത്രം വായിക്കണം എന്നുള്ളൊരു ശീലമൊന്നും പണ്ട് തൊട്ടേ ഇല്ല. ഒന്ന് വെറുതെ ഒന്ന് മറിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ വലിയതായിട്ട് പത്രം വരുത്തത് ഒരു പത്രം എങ്ങാണ്ടാണ് വീട്ടിൽ വരുത്തുന്നത്. പക്ഷേ സിവിൽ സർവീസ് എന്നുള്ള ഒരു ആശയം വന്നപ്പോൾ 2 പത്രങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം എന്ന് മനസ്സിലായി. ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാള പത്രവും ഒരു 2-3 വർഷത്തേക്കെങ്കിലും വായിക്കണം. കാരണം കറണ്ട് അഫയേഴ്സ് ഒരു വലിയ വിഷയമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ 2 പത്രം വീട്ടിൽ വരുത്തി തുടങ്ങി. അങ്ങനെ അത് രണ്ടും ഞാൻ കവർ ടു കവർ വായിക്കുമായിരുന്നു. അപ്പോഴാണ് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഒരു പ്രിലിമിനറി പരീക്ഷയുണ്ടെന്നും ആ പരീക്ഷ ജയിക്കുന്നവർക്ക് നവംബർ മാസത്തിലോ ഒക്ടോബർ-നവംബർ മാസത്തിലോ ഒരു മെയിൻ പരീക്ഷയുണ്ടെന്നുള്ളതും അതിനുശേഷം അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴേക്കും ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടെന്നും ഈ 3 കടമ്പകളും കടന്നാൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്കാണ് സിവിൽ സർവീസ് ലഭിക്കുക എന്നുമാണ് മനസ്സിലാക്കിയത്. ഏകദേശം ഒരു 10-12 ലക്ഷത്തോളം കുട്ടികൾ എല്ലാ വർഷവും പ്രിലിമിനറി എഴുതും. അവസാനം അരിച്ചരിച്ചരിച്ച് ഒരു 800 പേർക്കോ 700 പേർക്കോ ഫൈനൽ ലിസ്റ്റിൽ വരും. അവരുടെ മെറിറ്റ് അനുസരിച്ചുള്ള മാർക്ക് അനുസരിച്ചിട്ടുള്ള അവർക്ക് ഈ വിവിധ സെൻട്രൽ സർവീസുകളിലേക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരീക്ഷയാണ് എഴുതേണ്ടത്. ഒരുപാട് കഷ്ടപ്പെട്ട് ശ്രമിച്ചു നോക്കിയാൽ മാത്രമേ കുറച്ചെങ്കിലും ലഭിക്കൂ എന്നുള്ള മട്ടിലായിരുന്നല്ലോ. ആ ഒരു രീതിയിലായിരുന്നു എല്ലാ കാര്യവും കിട്ടിക്കൊണ്ടിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടങ്ങ് പഠിച്ചു കഴിയുമ്പോൾ നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് ലിറ്ററേച്ചറിനകത്തുള്ള ചില വാക്കുകളും വരികളും എല്ലാം അങ്ങനെയാണല്ലോ പറയുന്നത്. എയിം അറ്റ് ദ സ്റ്റാർസ് ദെൻ യു വിൽ റീച്ച് ദ ട്രീ ടോപ്പ്. നക്ഷത്രങ്ങളെ ഉന്നമാക്കി പറന്നു കഴിഞ്ഞാൽ മരങ്ങളുടെ മുകളിൽ എത്താം. ബേണിംഗ് ദ മിഡ് നൈറ്റ് ഓയിൽ, രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുക. പിന്നെ ഒരു ഫേമസ് ഒരു കൊട്ടേഷൻസ് ഞാൻ എപ്പോഴും മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് നടന്നതാണ്. Heights by great men reached and kept were not attained in sudden flight. They while their companions slept were toiling upwards through the night. കഷ്ടപ്പാടും നേട്ടവും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാലേ ഇതൊക്കെ കിട്ടൂ എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് കേരളത്തിലെ ഈ സിവിൽ സർവീസിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തരാനുള്ള ഒരു വകുപ്പുകളുമില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, യാതൊരു ക്ലാസ്സുകളും ഒരിടത്തും സംഘടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല ആൾക്കാരോട് പോയി സംസാരിക്കുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന എൻ്റെ ചേച്ചിയുടെ പഠിച്ച ഒരു ലേഡിയാണ് നളിനി നെറ്റോ മാഡം. അപ്പോൾ നളിനിയെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം, ഞങ്ങളുടെ അടുത്ത നെയ്ബേഴ്സ് ആയിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി നളിനിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതിലെനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. കാരണം വളരെ എളുപ്പം കിട്ടും ഇത്. ബാങ്ക് പരീക്ഷയൊക്കെക്കാളും എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കി ലേഖ, പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് വിശ്വാസം തന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബഹുമാനമാണ് ആ കാര്യത്തിൽ. IPS എന്നുള്ളത് മനസ്സിലെപ്പോഴും ഇല്ലാത്തതുകൊണ്ട് അവരെ വേറെ IPS ഓഫീസേഴ്സിനെ ആരെയും കാണുകയോ സംസാരിക്കുകയോ ചെയ്തുമില്ല. അപ്പോൾ എന്നോടൊപ്പം ഈ സിവിൽ സർവീസ് എഴുതാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള കുട്ടികളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് മറ്റൊരു വലിയ കാര്യമായിരുന്നു. കാരണം അവരുമായിട്ട് ചേർന്ന് പഠിച്ചാൽ എങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ആ കസിനും പിന്നെ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേരും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇടയ്ക്കിടയ്ക്ക് ലൈബ്രറിയിൽ ഒത്തുകൂടുകയും സംസാരിക്കുകയും സിവിൽ സർവീസിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തിരുന്നു. പ്രൊഫസർ ശേഷൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ IAS ക്ലാസ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഒരു സെൽഫ് ഹെൽപ്പ്, എന്താണ് നമ്മളെ തന്നെ മെച്ചപ്പെടുത്തി എടുക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് പോലെ നടത്തുമായിരുന്നു. കുറേ നല്ല ടിപ്സൊക്കെ പറഞ്ഞു തരും. എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കണം, എങ്ങനെയാണിത് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ച 2 പ്രാവശ്യമോ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം പിന്നീട് വലിയൊരു ശേഷൻസ് IAS അക്കാഡമി എന്ന് പറഞ്ഞ് കേരളത്തിൽ തുടങ്ങി. അന്ന് 2 ഐച്ഛിക വിഷയം എടുക്കണമായിരുന്നു. അപ്പോൾ അതിലൊന്ന് ഞാൻ ലിറ്ററേച്ചർ തന്നെ എടുത്തു. മറ്റൊരു വിഷയത്തിന് വേണ്ടി തപ്പി നടന്നിട്ട് എല്ലാത്തിനും പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ചരിത്രം തന്നെ ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. അച്ഛൻ ചരിത്ര അധ്യാപകനായതുകൊണ്ട് വീട്ടിൽ ചരിത്ര പുസ്തകങ്ങൾ കുറച്ചുണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങാൻ പൈസ മുടക്കേണ്ട കാര്യമില്ല, അതൊക്കെ ഇട്ട് പഠിച്ചാൽ കിട്ടുന്നുള്ള രീതിയിലാണ് ചരിത്രം തിരഞ്ഞെടുത്തത്. പക്ഷേ ചരിത്രം അത് വലിയൊരു വിട്ടിത്തമായിപ്പോയി. കാരണം അത് വലിയൊരു മഹാസാഗരം പോലെ വിഷയമാണ്. അതുമല്ല ഈ പുസ്തകങ്ങൾ, അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ തികച്ചും അപര്യാപ്തമായിരുന്നു. കാരണം അത് പഴയ പുസ്തകങ്ങളാണ്. ചരിത്രവും ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചരിത്രത്തിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ അവലോകനം, രാഷ്ട്രീയ ചരിത്രം, സാമ്പത്തിക ചരിത്രം, സാമൂഹ്യ ചരിത്രം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ആൾക്കാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പോയിട്ടൊരു കാര്യമില്ലായിരുന്നു. പുസ്തകങ്ങൾ വീണ്ടും വാങ്ങേണ്ടതായും നല്ലപോലെ വായിക്കേണ്ടതായും വന്നു. അത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതായിട്ട് വന്നു. വേറെ ഒരാളുടെ പേരും കൂടെ ഇവിടെ പറയാതിരിക്കാൻ വയ്യ. അത് എൻ്റെ അച്ഛൻ്റെ സഹപ്രവർത്തകനായിരുന്ന പ്രൊഫസർ എഡ്വിൻ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു. ചരിത്രം ഞാൻ വിഷയമായി തിരഞ്ഞെടുത്തപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് പുസ്തകങ്ങളിലൂടെ മാത്രം പറ്റില്ലല്ലോ, ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഡ്വിൻ സാറിനെ ഫോണിൽ വിളിക്കുകയും അദ്ദേഹം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം പോയി അവിടെ ഇരുന്നു കൊണ്ട് ചരിത്രം പഠിക്കുകയും പിന്നീട് അദ്ദേഹം ചരിത്രം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത സിവിൽ സർവീസ് അസ്പിറൻസിനെ കുറേ പേരെ കൂട്ടി അദ്ദേഹം നല്ല നീറ്റായിട്ട് നല്ല രസമായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും പിന്നീട് ഒരു IAS അക്കാഡമി തിരുവനന്തപുരത്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ 2 IAS അക്കാഡമികൾ തുടങ്ങാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞാനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള സിവിൽ സർവീസിന് ശ്രമിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഒരു വലിയൊരു വഴിത്തിരിവ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയുടെ അവധിക്കാലത്ത് എൻ്റെ ഒരു കസിൻ്റെ കൂടെ കൊല്ലത്ത് പോയി നിൽക്കുമ്പോൾ, അവിടെ എൻ്റെ സമപ്രായത്തിലുള്ളൊരു കസിനാണ്, കൂടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ആ ചിറ്റപ്പനും ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്, നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ ഒരു ബുക്ക് ഞാനെടുത്ത് വായിച്ചതിലൂടെയാണ് എൻ്റെ അപകർഷതാബോധം മാറി എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത വളരെ നല്ല രീതിയിലായത്. ആ പുസ്തകത്തിൻ്റെ പേര് അറ്റ്ലസ് ഷ്രഗ്ഡ് എന്നാണ്. അയൻ റാൻഡ് എന്ന് പറയുന്ന ഒരു റൈറ്റർ, അമേരിക്കൻ എഴുത്തുകാരി എഴുതിയ പുസ്തകമാണ്. ഇംഗ്ലീഷാണ്. വലിയൊരു 1700-1800 പേജുള്ള ഒരു പുസ്തകമാണത്. കണ്ട പേടിയാവും, പക്ഷേ അത് വായിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അതിന് 30-40 പേജസോളം ഒരു പാരഗ്രാഫ് ബ്രേക്ക് പോലും ഇല്ലാതെ തുരാന്ന് എഴുതി പോകുന്ന ഒരു രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഞാനത് തുടങ്ങി അതിൻ്റെ ആദ്യത്തെ ഹൂ ഇസ് ജോൺ ഗാൾട്ട് എന്നുള്ള ആദ്യത്തെ ഒരു വരിയിലൂടെ തുടങ്ങിയിട്ട് പിന്നെ എനിക്കത് നിർത്താൻ പറ്റിയില്ല. ഞാനത് കുത്തിയിരുന്ന് വായിച്ചിട്ട് ഈ പുസ്തകം എനിക്ക് തോന്നി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് തീർത്തു ഫുള്ളായിട്ട്. പുസ്തകം വായിച്ച ശേഷം ഞാൻ പോയി കണ്ണാടിയിൽ നോക്കിയിട്ട് എൻ്റെ കണ്ണുകളിലോട്ട് ഞാൻ കണ്ണാടി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്ത് നല്ലൊരു വ്യക്തിയാണ്, ഞാൻ ഇത്രയും നാളെ വിചാരിച്ചിരുന്നത് മുഴുവൻ തെറ്റാണല്ലോ. എനിക്ക് അപ്പോൾ പെട്ടെന്നൊരു മിന്നായം പോലെ മനസ്സിൽ കൂടെ പോവുകയും ആ ഒരു നിമിഷം എനിക്ക് എന്നോട് തന്നെ അഗാധമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നുകയും ചെയ്തതോടുകൂടിയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നത് എന്ന്. അതെനിക്ക് ആ സമയം എനിക്ക് 18 വയസ്സായിട്ടില്ല, അതിന് മുമ്പായിരുന്നു. അപ്പോൾ ആ പുസ്തകം എനിക്കിപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ പല പ്രാവശ്യവും ഈ പുസ്തകം വായിച്ചു. അയൻ റാൻഡിൻ്റെ പ്രശസ്തമായ പുസ്തകത്തിലൊന്നല്ല ഇത്. അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പുസ്തകം എന്ന് പറയുന്നത് ഫൗണ്ടൻ ഹെഡ് ആണ്. ഒബ്ജക്റ്റിവിസം എന്നാണ് അവരുടെ
ആ തത്വത്തെ പറയുന്നതെങ്കിലും ഈഗോ അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള ചിന്ത അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ഒരു ബോധം എന്ന് പറയുന്നത് തെറ്റല്ല, അത് അത്യാവശ്യമാണ്. കാരണം നമ്മളെ സ്വയം നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമേ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണ എനിക്ക് കിട്ടിയത് ഇതിലൂടെ, ഈ പുസ്തകത്തിലൂടെയാണ്. അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയായിട്ട് കണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് ഒരു വായിച്ച് കൂട്ടി ബുക്കുകൾ നോട്ടുകൾ എഴുതി പത്ര കട്ടിങ്സൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഞാനിങ്ങനെ IAS ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി. തിന്നുമ്പോൾ IAS, ഉറങ്ങുമ്പോൾ IAS, കുളിക്കുമ്പോൾ IAS, എണീക്കുമ്പോൾ മറ്റെന്ത് ജോലി ചെയ്യുമ്പോഴും ആ ഒരു ചിന്ത ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും ഒരു ആദ്യത്തെ പ്രാവശ്യം കിട്ടാതെ പോയി, അപ്പം ബാക്കി എല്ലാവർക്കും കിട്ടുന്നു, അതൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒരു വാശി ഉണ്ടാക്കി എടുക്കുന്നു. അപ്പോൾ ട്രൈ അഗെയിൻ ടിൽ യു സക്സീഡ്, ഇനി എത്ര പ്രാവശ്യം വേണമെങ്കിലും ശ്രമിക്കണം എന്നൊക്കെയുള്ള ഒരു ആശയങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാനൊരു തീരുമാനം എടുത്ത് എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ചിട്ട് ആദ്യത്തെ 10 റാങ്കിൻ്റെ അകത്ത് വന്ന് ഞാൻ IAS തന്നെ എടുത്തു വരും, ഞാൻ എല്ലാവർക്കും അഭിമാനമായിട്ട് കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ എന്നെ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ വളരെ താഴ്ത്തി പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഉഴപ്പിയാണ്, ഒന്നിനും കൊള്ളൂല, പഠിക്കത്തില്ല എന്നൊക്കെ പറയുന്നവരെയൊക്കെ കാണിച്ചു കൊടുക്കണം, എന്നെ കൊണ്ട് ഇത്രയൊക്കെ അച്ചീവ് ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെയുള്ള എന്തൊക്കെയോ വാശികളും ഒക്കെ ഉണ്ടായിരുന്നു. സസ്നേഹം, ശ്രീലേഖ.